കൊല്ലം പുനലൂർ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിലെ ആഭരണങ്ങൾ മോഷണം പോയി. ഭർത്താവ് കൊലപ്പെടുത്തിയ സ്ത്രീയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത് എന്ന് ആശുപത്രിയിലെ നഴ്സിംഗ് വിഭാഗം പോലീസിൽ പരാതി നൽകി. ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റുവാങ്ങാൻ യുവതിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ആഭരണങ്ങൾ മോഷണം പോയെന്ന വിവരം അറിഞ്ഞത്. പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ മാസം 22-ന് രാവിലെയാണ് പുനലൂർ കായലാട് സ്വദേശി ശാലിനിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ശേഷം ഇയാൾ പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഒരു ജോഡി പാദസരം, കമ്മൽ, 2 മോതിരം, അങ്ങനെ 20 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. മൃതശരീരത്തിൽ ആശുപത്രിയിൽ പരിക്കേറ്റ് കൊണ്ടുവന്ന ആള് മരണപ്പെടുകയും ആ ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ താലൂക്ക് ആശുപത്രിയിലെ അലമാരിക്കുള്ളിൽ വെച്ചിരുന്നു എന്ന് പറയുന്നു. അത് മോഷണം പോയി എന്നാണ് കേൾക്കുന്നത്. അത് അങ്ങേയറ്റം ദുരൂഹമാണ്. ഇതിന് പിന്നിൽ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അതിനുശേഷം മുന്നിലേക്ക് ഒരു ചുവട് പോലും പോയിട്ടില്ല. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും വരുന്നില്ല. ഈ വിഷയം ഒളിപ്പിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം ദുരൂഹമാണ്. എന്താണ് ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പുനലൂരുകാരെ ഒട്ടാകെ പേരെയും ആശങ്കപ്പെടുത്തുകയാണ്.